നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി പാത ഏത്? ഉത്തരം ബോംബെ താനെ. ലോക തപാൽ ദിനം എന്ന്? ഉത്തരം ഒക്ടോബർ 9. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ? ഉത്തരം സാർജന്റ് കമ്മീഷൻ. കേരള വിദ്യാഭ്യാസ ബിൽ 1957 അവതരിപ്പിച്ചത് ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. അജന്ത എല്ലോറ ഗുഹകളിലെ ചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം ജാതക കഥകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര്? ഉത്തരം നന്ദലാൽ ബോസ്. ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന പ്രസിദ്ധ ചിത്രം വരച്ചതാര്? ഉത്തരം CN കരുണാകരൻ. കാൻ ചലച്ചിത്രോത്സവത്തിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം പാർവതി ഓമനക്കുട്ടൻ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം APJ അബ്ദുൽ കലാം. കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം കർണാടക. ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 20. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്? ഉത്തരം ദേവനാഗരി. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഇംപീച്ച്മെന്റ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ഉത്തരം 1992 ജനുവരി 31. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി? ഉത്തരം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്തി രാജിന് ഭരണഘടന സാധുത നൽകിയ ഭേദഗതി? ഉത്തരം 73-ാം ഭേദഗതി. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം അനുച്ഛേദം 40. ഭരണഘടനാ ഭേദഗതികളിലെ ഒരു നാഴികക്കല്ലായി വിശേഷിക്കപ്പെടുന്ന ഭേദഗതി ഏത്? ഉത്തരം 73-ാം ഭേദഗതി. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക? ഉത്തരം 11-ാം പട്ടിക. ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം? ഉത്തരം ലോക്പാൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.